LKG മുതൽ PG വരെ ഒന്നിച്ച് പഠിച്ച രണ്ടാൾക്കാർ, ഒന്ന് റഫീഖ് മറ്റൊന്ന് ഷഫീഖ്. ഒരുത്തൻ സുന്നിയാണ്, മറ്റത് അസുന്നിയാണ്. അവർ കുറേ കാലം കഴിഞ്ഞിട്ട് 10-25 കൊല്ലം കഴിഞ്ഞിട്ട് അവർ കണ്ടുമുട്ടിയിട്ട് വെച്ച് എന്തെല്ലാം വിശേഷമാണ്. അപ്പൊ സുന്നി പറയും അൽഹംദുലില്ലാഹ് ഗോയിങ് ആസ് വെൽ, അടിപൊളിയായിട്ട് പോകുന്നു. എന്നാലും ആഖിറ ഓർക്കുമ്പോൾ ഒരു പേടിയാണ്. പിന്നെ കുറച്ച് സ്വലാത്തും ദിക്റും ദുആയിലായിട്ട് അങ്ങനെ സ്വീകരിക്കുമായിരിക്കും, രക്ഷപ്പെടും. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്. ഹുസ്നുൽ വന്ന മിൻ ഹുസ്നിൽ ഇബാദ എന്നല്ലേ. ഈ അസുന്നിയായ മനുഷ്യനോടേക്കും എന്റെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ, അല്ല എന്റെ അവസ്ഥ എടുക്കട്ടെ, നീ ദിക്റ് സ്വലാത്ത് എന്ന് പറഞ്ഞു അതെന്താ നീ പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എവിടെ പോയാലും എല്ലായിടത്തും സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വാലിഹി ഇല്ലേ, മൗലായ സ്വല്ലി വസല്ലി വറദ. ശരി. അപ്പൊ ആർത്ഥത്തിൽ കുറച്ച് സ്വലാത്തുണ്ട്, പിന്നെ ദിക്റുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് അഫ്ളൽ ദിക്ർ 10 എന്തായാലും കിട്ടുമല്ലോ. അങ്ങനെ 55 വക്ത് ഹദ്ദാദ് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ 50 ചെല്ലല്, 50 + 50 100 എന്നാലും ഒരു ദിവസം കിട്ടുന്നുണ്ടല്ലോ. എനിക്കതുണ്ടോ? ഇല്ല. മൗലിദ് ഇല്ല. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പതിവാക്കാൻ പറഞ്ഞ ദിക്റുണ്ടല്ലോ, സബാഹൻ വ മസാഅൻ, രാവിലെ വൈകുന്നേരം. അത് പരമാവധി അത് നീ ചെല്ലലുണ്ട്. എപ്പോ നിനക്ക് ഇതിനുള്ള സമയം? എന്റെ ഡ്യൂട്ടി ടൈമിന് 14 മണിക്കൂർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല ഞാൻ രാവിലെ വിർദുൽ ലത്തീഫയിലും വൈകുന്നേരം ഹദ്ദാദ് വിർദുൽ ഇല്ലല്ല ഹദ്ദാ ഇല്ലല്ല. ശരി. ശരി. പിന്നെന്ന് പറഞ്ഞാൽ ബറാത്തിന് 3 യാസീൻ എനിക്കുണ്ടത് ഇല്ല, ദുഖാൻ ഇല്ല, ബറാത്തിന്റെ ഒന്നും ഇല്ല, മിറാജിന്റെ ഒന്നും ഇല്ല. എനിക്കെന്താ ഇല്ലേ? ഞാൻ പരമാവധി ആളെ കാഫറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, കാഫറാക്കിട്ടേ മുന്നോട്ട് പോകുന്നുണ്ട്. ശരി. അങ്ങനെ ഈ 2 ചങ്ങായിമാർ മരിച്ച് ഖബറിലെത്തി. സുന്നിയായ മനുഷ്യൻ ഇങ്ങനെ ഒഴുകേന്ന് 70,000 തഹ്ലീല് എളമ്പേരം പാറ യൂണിറ്റ് വക ഇങ്ങനെ 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 ഒഴുകേന്ന് 70,000 തഹ്ലീല് ദിക്ർ ഖൈറാത്ത് ഇങ്ങനെ ഒഴുകുന്നു. അയാളെ ഖബർ വരണ്ടുപോലെ. ഇത് കേൾക്കുന്ന വഹാബികളായ അല്ലെങ്കിൽ സുന്നികളല്ലാത്തവരോട് സ്നേഹത്തോടെ പറയാ, വെറുതെ ഇങ്ങനെ ആലോചിച്ചൊക്കെ എത്ര ഖൈറാ നമുക്ക് മുടങ്ങുന്നു.